അപ്പോൾ ഈ ഒരു സ്മൂത്തി നിങ്ങൾ ഒന്ന് നമുക്കതിനെ വൈകുന്നേരം ഒരു 7 മണി ആകുമ്പോൾ ഒന്ന് കുടിച്ച് നോക്കി. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കുടിക്കണേ, കുടിച്ച് നോക്കണേ. നമുക്ക് സൗന്ദര്യം നിലനിർത്താനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിന് തടിയൊക്കെ കുറയ്ക്കുന്നവർക്കും എല്ലാം ഒത്തിരി നല്ലതാണ് കേട്ടോ. അടിപൊളി ഒരു സ്മൂത്തിയാണ്. ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എന്നും നമ്മുടെ മുഖത്തിനു ചുളിവുകൾ പോകാനായിട്ടും ഡാർക്ക്നെസ് പോകാനായിട്ടും പിഗ്മെൻറ്റേഷൻ പോകാനായിട്ടും കണ്ണിനിടയിലെ കറുപ്പ് പോകാനായിട്ടും കഴുത്തിലെ ചുളിവുകൾ മാറാനായിട്ടും ഒക്കെയാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ. അപ്പോൾ ഇനി നമ്മുടെ ശരീരത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പം ഞാൻ കുടിക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. സ്മൂത്തി, ഒരു പേസ്റ്റ് രൂപത്തിലുള്ളൊരു സ്മൂത്തി ഡ്രിങ്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്കിത് ഒരുപാട് നല്ലതാണ്. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല സൗന്ദര്യമൊക്കെ കിട്ടാനായിട്ടും നമുക്ക് നല്ല യങ്ങായിട്ടിരിക്കാനായിട്ടും അതുപോലെ നമ്മുടെ ആരോഗ്യമൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയാലല്ലേ ഉള്ളൂ നമ്മുടെ സൗന്ദര്യം നിലനിർത്താൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം അതുപോലെ തന്നെ നമ്മളെന്താണ്, നമ്മൾ മുഖത്തും കാര്യങ്ങളൊക്കെ എപ്പോഴും ഓരോന്ന് ചെയ്യുമല്ലോ. അപ്പം നമ്മൾ മുഖത്ത് മാത്രം ചെയ്താൽ മതിയോ? നമ്മൾ ഉള്ളിലോട്ടും എന്തെങ്കിലുമൊക്കെ പോകണ്ടേ? നമ്മൾ സ്മൂത്തി എന്നൊക്കെ പറയുമ്പം എല്ലാവരും ഇപ്പം യൂട്യൂബിലൊക്കെ പിന്നെ ഒരുപാട് ഈന്തപ്പഴവും അതുപോലെ തന്നെ പഴവും ഒക്കെ ചേർത്ത്, ഇതൊന്നുമല്ല നമുക്ക് വേണ്ട. ഈന്തപ്പഴമൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. പക്ഷേ ഷുഗർ ഉള്ളവർക്ക് എന്താണ്, അതൊക്കെ കുടിക്കാനൊന്നും പറ്റില്ല. ഇതെല്ലാവർക്കും കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് ഷുഗറിന് പകരം വേറൊരു കാര്യമാണ് ഞാൻ ചേർക്കുന്നത്. ഈന്തപ്പഴത്തിനൊക്കെ പകരം വേറൊരു കാര്യമാണ് ചേർക്കുന്നത്. അതുകൊണ്ട് നമ്മളിതിനകത്ത് ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് എന്താ പറയുക, വീഡിയോ കണ്ടാൽ മാത്രം പോരാ, അതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ കൂടി നോക്കണം. അപ്പോൾ എല്ലാവർക്കും സമയമില്ല എന്ന് പറയുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളിത് തീർച്ചയായിട്ടും ഉണ്ടാക്കി കുടിക്കണം. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു അമ്മയുടെയൊക്കെ പ്രായമുള്ള ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് പേര് മടിയായിട്ടിരിക്കുന്നവരൊന്നും ഇങ്ങനെ കുടിക്കാതൊക്കെ ഇരിക്കുന്നത്, അവരോടാണ് പറയുന്നത് കേട്ടോ. ചെറുപ്പക്കാർ പിള്ളേരൊക്കെ കുടിക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊരു നല്ലൊരു ശരീരത്തിന് രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോഴത്തേന് എന്താ പറയുക, പിന്നെ അടുക്കളയിലൊക്കെ കയറുമ്പോൾ ഒരു നല്ല ആരോഗ്യത്തോടെ ജോലിയൊക്കെ ചെയ്യണ്ടേ, മുമ്പോട്ട് നല്ലപോലെ ആരോഗ്യത്തോടെ ജോലി ചെയ്യണ്ടേ. അപ്പം നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു സ്മൂത്തി കുടിക്കാമെന്നേ. അപ്പം നല്ലൊരു സ്മൂത്തിയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്, ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തി കേട്ടോ. അപ്പോൾ എല്ലാവരും അതുപോലെ ഉണ്ടാക്കി കുടിക്കണേ. അപ്പോൾ അതുകൊണ്ട് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ. ബെല്ലൈക്കൻ പ്രസ് ചെയ്യാത്തതിന് മറക്കാതെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. കാരണം ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടണമല്ലോ. അതുകൊണ്ട് അതും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് പുറത്തുനിന്നൊക്കെ ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്. അവർക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. ടിപ്സുകളെല്ലാം ചെയ്ത് നോക്കുന്നുണ്ട്, റിസൾട്ട് കിട്ടുന്നുണ്ട് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു സ്മൂത്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. എല്ലാ ചക്കരക്കുട്ടികളും ഒന്ന് ഓടിവായോ. പാത്രത്തിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ആവേ. നമുക്ക് ആവശ്യമുള്ള മാത്രം എടുത്താൽ മതി കേട്ടോ. ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. റാഗി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ക്യാമറയിൽ കൂടെ നോക്കിയപ്പോഴാണ് ഈ ഒരു നിറം കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ റാഗി പൗഡറിൻ്റെ കളറ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറിജിനൽ റാഗി എടുത്തിട്ട് പിന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുത്തിട്ട് ഉണ്ടാക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ റാഗി പൗഡർ, ഇത് ഞാൻ മില്ലി പൊടിപ്പിച്ചിട്ട് റാഗി പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ തീ കത്തിക്കരുത് കേട്ടോ. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷമേ തീ കത്തിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കട്ടയായി പോവേ. ഇനി നമുക്ക് ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തീ കത്തിക്കാവുള്ളൂ. നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പനം കൽക്കണ്ടമാണ്. ഇതിനകത്തേക്ക് നമ്മൾ മധുരത്തിന് വേണ്ടി ചേർക്കുന്നത്. പനം കൽക്കണ്ടത്തിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് ഇത് കഴിക്കുന്നതിലും ഈന്തപ്പഴമൊക്കെ ഇട്ട് കഴിക്കുന്നത്, ഈന്തപ്പഴം ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചിലർക്ക് ഈന്തപ്പഴം ഒരുപാട് ഷുഗറൊക്കെ ഉള്ളവർക്ക് പറ്റത്തില്ല. പക്ഷേ പനം കൽക്കണ്ടം ഇതിനെല്ലാം നല്ലതാണ്. കൊളസ്ട്രോൾ മാറാനായിട്ടും ഷുഗർ ബാലൻസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ശരീരത്തിലെ കൊഴുപ്പുകളും അതുപോലെ തന്നെ വയറ് ശുദ്ധീകരിക്കാനും സിങ്കും അയേണും ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു പനം കൽക്കണ്ടം. എന്ന് പറഞ്ഞാൽ ഒത്തിരി ഗുണങ്ങളുണ്ട്. ധാരാളം മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് എന്തുകൊണ്ടും നല്ലത് നമുക്ക് ഈ ഒരു പനം കൽക്കണ്ടമാണ് മധുരത്തിന് പകരം ഉപയോഗിക്കാൻ. നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമ്മൾ എന്താണ് ഇത് കുറുക്കിനകത്തൊക്കെ ഇട്ട് കൊടുക്കുമല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 1 ടേബിൾ സ്പൂൺ മതി, ധാരാളം മതി 1 ടേബിൾ സ്പൂൺ. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ കുറച്ച് സാധനങ്ങൾ ചേർന്നുകൊണ്ട് നമുക്ക് അത്യാവശ്യം മധുരം നമുക്ക് കിട്ടും. അത് മാത്രം മതി, നാച്ചുറൽ മധുരം മതി. അല്ലാതെ നമ്മൾ ഒത്തിരി മധുരമൊക്കെ കൂട്ടി ചേർത്തിട്ട് വെറുതെ ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ പനം കൽക്കണ്ടം ഇട്ട് കൊടുത്തു. ഇനി നമ്മളൊന്ന് കുറുക്കിയെടുക്കാം.
കാരണം നമുക്കിത് വേണമെങ്കിൽ പൊടിച്ചിട്ട് മിക്സിയിൽ അടിക്കുമ്പോൾ ചേർത്താലും മതി. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഇടുവാണെങ്കിൽ പെട്ടെന്ന് ഇതിനകത്ത് അരിഞ്ഞങ്ങ് കിട്ടിക്കോളും. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് കുറുകി വരുന്നുണ്ട്, കുറച്ചും കൂടെ നമുക്ക് കുറുക്കിയെടുക്കാം. പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. നല്ലതായിട്ട് കുറുകിയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് കുറുക്കരുത് കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ചിട്ടേ കുറുക്കാവുള്ളൂ. അപ്പോൾ ഇനി ഇതൊന്നും തണുക്കട്ടെ കേട്ടോ. തണുത്തതിന് ശേഷം ഞാൻ ബാക്കി എന്താണെന്ന് കാണിച്ചു തരാം. റാഗി നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട്. അപ്പോൾ കുറുക്കി എടുക്കുമ്പോൾ അറിയാമല്ലോ നമ്മുടെ ഇത് കുറുകി വരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു ഇച്ചിരി കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. ശകലം വെള്ളം മതി കേട്ടോ. അത് കുറച്ചൊന്ന് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാവേ. അപ്പം ഞാൻ ഇതേണ്ടേ ഈ ഒരു നമ്മുടെ സ്മൂത്തി അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും നമ്മൾ ചേർക്കരുത്. ഇതിനകത്തേക്ക് ക്യാഷ്നട്ട് ഉണ്ടെങ്കിൽ ക്യാഷ്നട്ട് ചേർക്കാം കേട്ടോ. ബദാം ഉണ്ടെങ്കിൽ ബദാമും ചേർക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഞാനിങ്ങനെ മാറി മറിച്ചുമൊക്കെ കുടിക്കും. ചിലപ്പം ക്യാഷ്നട്ട് ഉണ്ടെങ്കിൽ 2 ക്യാഷ്നട്ടും അതുപോലെ 2 ബദാമും ഒക്കെ ഇട്ട് കുടിക്കും. നമുക്കിപ്പോൾ എല്ലാവർക്കും ഇപ്പം ബദാമും ക്യാഷ്നട്ടും ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണത്തില്ലല്ലോ അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയും കൂടിയാണ് ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കുന്നത്. റാഗി പൗഡർ എല്ലാവർക്കും വാങ്ങിക്കാമെന്നല്ലേ ഉള്ളൂ. റാഗിയുടെയൊക്കെ നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്നുണ്ട്, വലിയ വിലയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവർക്കൂടെ നമുക്ക് ആ കുടിക്കുന്ന സാധാരണക്കാർക്കൂടെ കുടിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇതെന്നാന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. ഈ ഗ്ലാസ് എല്ലാം കൂടെ പിടിക്കത്തില്ല കേട്ടോ. അപ്പം നമ്മുടെ ഇതെന്നാ ഉണക്കമുന്തിരിയാണ് കേട്ടോ. ഇപ്പോൾ ലൈറ്റ് കുറവാണെന്നൊരു സംശയം അല്ലേ. നമുക്ക് ഒരു ലൈറ്റ് കൂടി ഇട്ടാലോ കേട്ടോ ഇല്ലേ. അപ്പം ഇത് നമ്മുടെ ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരിയുടെ ഗുണമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, ഞാൻ പറയാതെ തന്നെ. ഉണക്കമുന്തിരി നമുക്ക് ശരീരത്തിന് ഒത്തിരി നല്ലതാണ്. ലൈറ്റായിട്ട് മതി. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഈ ഒരു സ്മൂത്തിക്കകത്തേക്ക് നമുക്കൊരു 5-6 ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ സൗന്ദര്യം കൂട്ടാനായിട്ട് നമ്പർ 1 ആയിട്ടുള്ള സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും എല്ലാം പറ്റിയൊരു സാധനമാണ്. ഇത് എന്താണെന്നറിയോ? നമ്മുടെ പോമിഗ്രാനൈറ്റ്, മാതള നാരങ്ങ. അപ്പോൾ ഈ മാതള നാരങ്ങയുടെ ഗുണം എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ സ്കിന്നിന് ഒത്തിരി നല്ലതാണ്. കളർ ഉണ്ടാകാനായിട്ട്, സ്കിന്നിന് നമ്മുടെ മുഖത്തിനൊക്കെ ശരീരത്തിനും മുഖത്തിനും ഒക്കെ നല്ല കളർ കിട്ടാനായിട്ടും നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് എന്താ പറയുക നമ്മുടെ ശരീരത്തിന് തടി കുറയ്ക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു മാതള നാരങ്ങ. നമുക്ക് ഇതുപോലെ ജ്യൂസ് അടിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നമ്മുടെ സ്മൂത്തിക്കകത്തൊക്കെ ഇട്ടിട്ട് അത് നമുക്ക് എങ്ങനെയാണെങ്കിലും ഒക്കെ നമ്മുടെ വയറ്റിൽ ചെന്നാൽ മതി, അത് ഓർത്താൽ മതി. അപ്പോൾ എന്തായാലും അങ്ങനെ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഒരുപാട് ഗുണമുണ്ട് നമ്മുടെ മാതള നാരങ്ങയ്ക്ക്. പണ്ടൊക്കെ ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ സാധനം തിന്നാൻ ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ. ഈ ഒരു മാതള നാരങ്ങ തിന്നാനായിട്ട്. അതെങ്ങനെയാണ് കൊതി വന്നതെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഗർഭാവസ്ഥയിലാട്ടോ. അപ്പോൾ എവിടെയോ വെച്ച് ഞാൻ കണ്ടു ഈ ഒരു മാതള നാരങ്ങ ഇങ്ങനെ കഴിക്കുന്നതോ എന്തോ ഞാൻ കണ്ടു, എവിടെയോ പോയപ്പോൾ കണ്ടു. അപ്പം മുതൽ എനിക്കത് കഴിക്കാനായിട്ട് അന്നേരം കൊതിയില്ലായിരുന്നു. വീട്ടിൽ വന്നിട്ട് ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ മാതള നാരങ്ങ കഴിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു. ആ ഒരു ആദ്യത്തെ നമ്മൾ ആ ഒരു 3 മാസമില്ലേ ആ ഒരു സമയത്ത് കേട്ടോ. പക്ഷേ എൻ്റെ പൊന്നെ ഇത് കിട്ടാനില്ലായിരുന്നു. അന്നൊക്കെ ഇത് നമ്മൾ വരുത്തണമെങ്കിൽ തമിഴ്നാട്ടിൽ പോകണമായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് കിട്ടത്തുള്ളായിരുന്നു. തമിഴ്നാട്ടിൻ്റെ ആ ഭാഗത്ത് അന്നൊന്നും ഇത് അങ്ങനെ നമുക്ക് കിട്ടത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എപ്പോഴും എല്ലായിടത്തും ഉണ്ടല്ലേ. അന്ന് കിട്ടാൻ പാടായിരുന്നു. എന്നിട്ട് അത് എന്ത് പാടുപെട്ടാണെന്നറിയോ ഒരു മാതള നാരങ്ങ എനിക്ക് കിട്ടിയത് ആഗ്രഹത്തോടെ തിന്നാനായിട്ട്. പക്ഷേ ഇത് നമുക്കിപ്പോൾ എപ്പോഴും കിട്ടുന്നൊരു സാധനമല്ലേ. അപ്പോൾ ഇത് ഒത്തിരി ഗുണമുള്ളതാണ്. ഗർഭിണികൾക്ക് കഴിക്കാനായിട്ടാണെങ്കിലും പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും കുഞ്ഞു മക്കൾക്കും എല്ലാം കഴിക്കാൻ നല്ലതാണ് നമ്മുടെ മാതള നാരങ്ങ. അപ്പോൾ എന്താണ് ഈ ഒരു മാതള നാരങ്ങയുടെ പകുതിയാണ് ഞാനത്. നല്ല മുഴുത്തൊരു മാതള നാരങ്ങ ആയിരുന്നു കേട്ടോ. അതിൻ്റെ പകുതിയാണ് മാതള നാരങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. പോമിഗ്രാനൈറ്റ് ഇപ്പോൾ അതാണല്ലോ പറയുന്നത്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ മാതള നാരങ്ങ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എന്തായാലും ഇത് നമുക്കൊരു പകുതി, ഇത് മുഴുത്തതായിരുന്നു, അതിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതിപ്പോൾ സ്മൂത്തി ഒന്നും കുടിച്ചില്ലെങ്കിലും നമുക്ക് ഇതുപോലത്തെ ഒന്നും കുടിച്ചില്ലെങ്കിലും ഒരെണ്ണം വൈകിട്ടൊന്നും ഡെയിലി ഒരെണ്ണം കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. മാറി നമുക്ക് കഴിക്കാം. ഒരു ആപ്പിൾ, ഒരു മാതള നാരങ്ങ ഒക്കെ കഴിക്കാം. അപ്പോൾ ഇത് ഞാൻ അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ വേണ്ടേ നല്ല രസമില്ലേ കാണാനായിട്ട്. നല്ല ചുമപ്പും നമ്മുടെ ആ ഒരു എന്താ പറയുക മുന്തിരി എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കാഷ്നട്ടോ ബദാമോ ഒക്കെ ചേർക്കാം. ഇത് സാധാരണക്കാർക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിലാണ് തയ്യാറാക്കിയത്. ഒത്തിരി ചിലപ്പോൾ എല്ലാവർക്കും അത് വീട്ടിൽ, ചിലപ്പോൾ ചിലർ വീട്ടിൽ മാതള നാരങ്ങ പോലും കാണത്തില്ല. എങ്കിലും നിങ്ങൾക്ക് ഉള്ളത് വെച്ച് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഈ മാതള നാരങ്ങ അല്ലെങ്കിൽ ആപ്പിളോ കട്ട് ചെയ്തിടാം കേട്ടോ. രണ്ടും നല്ല. അതിനോട് ആപ്പിളും ഇടാവേ. ചിലപ്പോൾ ഞാൻ ആപ്പിൾ ഉണ്ടെങ്കിൽ അതോടെ കട്ട് ചെയ്തിടും. അപ്പോൾ ഇങ്ങനെ ഒന്ന് കുടിച്ച് നോക്കിയേ. ഒരാഴ്ച നിങ്ങളൊന്ന് കുടിച്ച് നോക്ക്. എന്നിട്ട് ഇതിൻ്റെ ഒരു മാറ്റം കാണാൻ സാധിക്കും. നമ്മൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേറെ ഒന്നും കഴിക്കരുത്. നമ്മളെന്താണ് വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ഇത് കഴിച്ചിട്ടൊക്കെ വേറെ നമുക്കൊരു ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല.
ഒന്നും കഴിക്കണ്ട, ഇത് മാത്രം കഴിച്ചിട്ട് കിടക്കുക. നമുക്കധികം വിശപ്പും ഉണ്ടാകത്തില്ല. തടി കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഒത്തിരി നല്ലതാണ്. അതുപോലെ നമ്മുടെ സൗന്ദര്യം നിലനിർത്താനായിട്ട് നമ്മുടെ ഹെൽത്തിന് ഒത്തിരി നല്ലതാണ്. ഇന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അടിപൊളി ഒരു സ്മൂത്തിയാണിത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇളക്കി നമ്മൾ ഐസ്ക്രീം കടയിലൊക്കെ പോയിട്ട് ഐസ്ക്രീം കഴിക്കത്തില്ലേ, അതുപോലെ തന്നെ ഇളക്കി ഇങ്ങനെ കുടിക്കുക. അപ്പോൾ നമുക്ക് എന്നാ അറിയോ, അതിന് നമ്മൾ മധുരത്തിനായിട്ട് വേറൊന്നും ചേർത്തില്ല, അറിയാലോ. നമുക്ക് ഈ മാതൃനാരങ്ങയുടെ മധുരവും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഉണക്കമുന്തിരിയുടെ മധുരവും പിന്നെന്താ നമ്മുടെ പനങ്കൽക്കടത്തിൻ്റെ മധുരമാണ് ഇതിനകത്ത് വരുന്നത്. ഓവർ മധുരം ഒന്നുമില്ല. ഓവർ മധുരം നമ്മൾ ചേർക്കരുത്. നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ മധുരമൊക്കെ കുറച്ച് ഉപയോഗിക്കുക കേട്ടോ. പിന്നെ ആവശ്യമുള്ള നമുക്ക് മധുരം കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ നമുക്ക് നല്ലൊരു സ്മൂത്തി അങ്ങോട്ട് ഉണ്ടാക്കി കുടിക്കുക കേട്ടോ, മധുരമൊക്കെ ഇട്ട്. അല്ലാതെ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് കുടിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ ഉള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് മധുരമൊക്കെ കുറച്ച് ഉപയോഗിക്കുക. അപ്പം ഇങ്ങനെ നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് അപ്പം ഇന്ന് ഈ സ്മൂത്തി ഉണ്ടാക്കി കുടിക്കാനിരുന്നതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കുന്നതാണ്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുമ്പോഴത്തേന് എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പം കണ്ടു ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്, 6:30 ആയിട്ടുണ്ട്. ഞാൻ മിക്കവാറും 7 മണിയൊക്കെ ആകുമ്പോഴാണ് കുടിക്കുന്നത്. അപ്പം നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ കുടിച്ച് കാണിക്കും. ഇപ്പം ഞാൻ കുടിക്കുമ്പോൾ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെന്താണ് ഒരു 7 മണിയാകുമ്പോൾ കുടിച്ചിട്ട് മിണ്ടാതെ കയറിയിട്ട് കിടക്കുക. അപ്പോഴത്തേനും നമുക്ക് ഹെൽത്തിന് ഒത്തിരി നല്ലതാണ്. പിന്നെ നമുക്ക് വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ പൊറോട്ടയും ബീഫും അതുപോലെ ചപ്പാത്തി ഒന്നും കഴിക്കണ്ടായിരുന്നു കേട്ടോ. ഇത് മാത്രം കഴിച്ചാൽ മതി. അപ്പോൾ ഹെൽത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നവരൊക്കെ അങ്ങനെ കുടിക്കുക. അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്തൊന്നും കഴിക്കണ്ട. രാവിലെ നമുക്കിത് കുടിക്കാം കേട്ടോ. രാത്രിയിൽ കുടിച്ചിട്ട് വെക്കുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ എന്താണ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.